ഗവർണറുടെ ക്രിസ്മസ് വിരുന്നിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിട്ടുനിന്നു. സർക്കാർ പ്രതിനിധിയായി പങ്കെടുത്തത് ചീഫ് സെക്രട്ടറി മാത്രം. സർവകലാശാലകളിലെ ഗവർണറുടെ ഇടപെടലിൽ അതൃപ്തി തുടരുന്നതിനിടയിലാണ് വിട്ടുനിൽക്കൽ. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും അർജുൻ രാജ് ചേർന്നുണ്ട്. അർജുൻ, എന്തായാലും അതൃപ്തികളൊന്നും അവസാനിക്കുന്ന കാഴ്ചയില്ല. ക്രിസ്മസ് ആഘോഷത്തിലും ഇക്കാര്യങ്ങൾ കടന്നുവരുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിട്ടുനിന്നതിന് ഔദ്യോഗികമായ എന്തെങ്കിലും വിശദീകരണമോ മറ്റോ ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ? സംഗീത, ഗവർണറുമായി ഒരു നേരിട്ട ഏറ്റുമുട്ടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിനിടെയാണ് ഒരു ക്രിസ്മസ് വിരുന്ന് ഗവർണർ സംഘടിപ്പിച്ചത്. എല്ലാ വർഷവും ക്രിസ്മസ്, ഓണം ആഘോഷങ്ങളിലൊക്കെ ഗവർണർ വിരുന്ന് സംഘടിപ്പിക്കാറുണ്ട്. അതിൽ സർക്കാർ ഔദ്യോഗികമായി സർക്കാർ പ്രതിനിധികളെയും ക്ഷണിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഈ പരിപാടിയിൽ വിരുന്നിൽ പങ്കെടുത്തില്ല. അങ്ങനെ ഒരു അതൃപ്തി ഇപ്പോഴും തുടരുകയാണെന്ന് വ്യക്തമാക്കുന്ന സൂചനയാണ് ഈ വിട്ടുനിൽക്കൽ കൊണ്ട് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രിയോ ഒരു മന്ത്രിമാരും ഈ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, ചീഫ് സെക്രട്ടറിയാണ് സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഈ യോഗത്തിൽ വന്നിട്ടുള്ളത്, ഈ വിരുന്നിൽ പങ്കെടുത്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനായി ചുമതലയേറ്റതിനു ശേഷം സംസ്ഥാന സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടലാണ്. അതിനെ ചെറിയ ഇടവേളകളൊക്കെ ഇടയ്ക്ക് സംഭവിക്കാറുണ്ട്, പക്ഷേ അത് വീണ്ടും തുടരുന്നതാണ് കണ്ടിട്ടുള്ളത്. ഈ അവസാന സമയത്ത് സർവകലാശാലകളിൽ VC-മാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നേരിട്ട ഏറ്റുമുട്ടൽ ഇപ്പോഴും സർക്കാരും ഗവർണറും തമ്മിൽ നടക്കുകയാണ്. വഴിവിട്ട് ഏകപക്ഷീയമായി ഗവർണർ തീരുമാനമെടുക്കുന്നു. സംഘപരിവാർ വൽക്കരിക്കാനാണ് ഗവർണറുടെ നീക്കം എന്ന തരത്തിലാണ് സർക്കാർ ഇതിനെ നോക്കിക്കാണുന്നത്. ഗവർണർക്ക് താല്പര്യമുള്ള സംഘപരിവാറിനോട് അനുഭാവമുള്ള ആളുകളെയാണ് സർവകലാശാലകളിൽ VC-ആയി നിയമിക്കുന്നതെന്ന തരത്തിൽ വിമർശനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. എന്ന് മാത്രമല്ല, ഇന്ന് കേരള സർവകലാശാലയിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചിരുന്നു. അതിലും ഗവർണർ മന്ത്രിയെ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ആരെയെങ്കിലും ആ പരിപാടിക്ക് ക്ഷണിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. അങ്ങനെ നേരിട്ടൊരു ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ക്രിസ്മസ് വിരുന്ന് ഗവർണറുടെ ഭാഗത്തുനിന്ന് രാജ്ഭവൻ സംഘടിപ്പിച്ചത്. അതിൽ ഈ അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ടുള്ള വിട്ടുനിൽക്കലാണ് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായത്. പക്ഷേ അതിൽ സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചീഫ് സെക്രട്ടറി, ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ മാത്രം പങ്കെടുപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് സെക്രട്ടറി പങ്കെടുത്തത്. ബാക്കി ആരും പങ്കെടുക്കാതെ ഗവർണറോടുള്ള ഒരു അതൃപ്തി പരസ്യമായി തന്നെ തുടരുന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. ഗവർണറുടെ ക്രിസ്മസ് വിരുന്നിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിട്ടുനിന്നിരിക്കുന്നു. അർജുൻ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്.